നിർണായകമായ ചില മണ്ണിൽ മൂടിയ രഹസ്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് ധർമ്മസ്ഥലയിൽ നിന്നും. ചില സുപ്രധാന കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ സൂചനകൾ പുറത്തു വരികയാണ്. പോയിന്റ് നമ്പർ 6 അത് അങ്ങേയറ്റം നിർണായകമാവുകയാണ്. കെ വി ബൈജു ഉണ്ട്. ബൈജു, പോയിന്റ് നമ്പർ 6 അവിടെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണല്ലോ, ചില സുപ്രധാനമായ കണ്ടെത്തലുകളിലേക്ക്, സൂചനകളിലേക്ക് അന്വേഷണ സംഘം എത്തിക്കഴിഞ്ഞു. അങ്ങനെ തന്നെയല്ലേ? അതായത് അങ്ങനെ തന്നെയാണ്. അതായത് വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിക്കുന്നത്. അതായത് പോയിന്റ് നമ്പർ 6 ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതായത് ഒരു അസ്ഥികൂടമാണ് ലഭിച്ചത്. തലയില്ലാത്ത അസ്ഥികൂടം 2 അടി താഴ്ചയിൽ നിന്നാണ് കുഴിച്ചെടുത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള അസ്ഥികൂടം കണ്ടെത്തിയത്. ആ സ്ഥലത്ത് വിശദമായ പരിശോധന ഇപ്പോൾ SIT നടത്തുന്നതിന് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് 18 കാണുന്നത്. അതായത് നേത്രാവതി പുഴയ്ക്ക് സമീപം വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം. ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കുടിച്ചിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ വിശദമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ഇതിന് തൊട്ട് സമീപമാണ് മാർക്ക് ചെയ്ത 8. ആ 8ലും വളരെ നിർണായകമാണ്. റോഡിനോട് ചേർന്നുള്ള നേത്രാവതി പുഴയുടെ തീരത്തുള്ള വനമേഖല. അതാണ് 8ഉം 9ഉം 10ഉം. ഈ 3 പോയിന്റും ഇതുപോലെ തന്നെ വളരെ പ്രധാനമാണ്. ഇന്നലെ കഴിഞ്ഞ 2 ദിവസം പല 5 ഇത്തരത്തിൽ പരിശോധന നടത്തിയെങ്കിലും നമുക്ക് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിൽ ആകെ ഉണ്ടായിരുന്നത് 1ാമത്തെ പോയിന്റിൽ ചില വസ്തുക്കൾ ലഭിച്ചു എന്നാണ്. പക്ഷേ ഇപ്പോൾ അതല്ല, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിൽ ഇത്തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അത് തലയില്ലാത്ത ഒരു അസ്ഥികൂടം ലഭിച്ചെന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് വളരെ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാണാം. ആ സ്ഥലത്ത് നിന്നും ലഭിച്ചതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം അത് വിശദമായി പരിശോധിക്കുന്ന തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നും ഇപ്പോൾ ന്യൂസ് 18 പ്രേക്ഷകർക്കായി ഇപ്പോൾ കാണുന്നതും. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നതാണ് സാഹചര്യം. ചില മൃതദേഹ അവശിഷ്ടങ്ങൾ തന്നെയാണ് അവിടുന്ന് ലഭ്യമായത് എന്നതാണ്. നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പൂർണ്ണമല്ല, പക്ഷേ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട ചില രഹസ്യങ്ങൾ പുറത്തു വരികയാണ്. എന്തായാലും ശുചീകരണ തൊഴിലാളിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളെ പ്രത്യേക പോയിന്റുകളായി മാർക്ക് ചെയ്ത് ആ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന. നേത്രാവതി പുഴയുടെ ഓരം ചേർന്ന് വനമേഖലകളിൽ ചേർന്നുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. പോയിന്റ് നമ്പർ 6 മനുഷ്യ അസ്ഥികളടക്കം കണ്ടെത്തിക്കഴിഞ്ഞു. ധർമ്മസ്ഥലയിൽ നിർണായകമായ കണ്ടെത്തലുകൾ, അതായത് ഇതുവരെ ആരോപണങ്ങളും മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് തെളിവുകളായി കൂടി മാറുന്നു എന്നതാണ് സാഹചര്യം. ബൈജു, വളരെ സുപ്രധാനമാണ്. നമ്മളെ സംബന്ധിച്ചും ദീർഘനാളുകളായി ഈ വാർത്തയ്ക്ക് പിന്നാലെ നിൽക്കുന്നവരാണ്. ധർമ്മസ്ഥലയിൽ ചില കുഴിച്ചുമൂടപ്പെട്ട രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ പുറത്തു വരുന്നതിന് വേണ്ടി നടത്തിയ നിയമ നടപടികളും ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘവും ഒടുവിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധനയും സുപ്രധാനമായ തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. ബൈജു, തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഈ കാര്യത്തിൽ നമ്മൾ ആക്ഷൻ കമ്മിറ്റിയുമായി ഇന്ന് രാവിലെ പോലും സംസാരിച്ചതാണ്. പല വിവരങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തൽക്കാലം SIT ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായി വെക്കുക എന്നതാണ് തീരുമാനത്തിലുള്ള അത്തരത്തിലുള്ള നിർദ്ദേശമാണ് DGPയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുന്നത്. അത് മൃതദേഹ അവശിഷ്ടങ്ങൾ കൃത്യമായി 6ാമത്തെ സ്പോട്ടിൽ നിന്നും ഇങ്ങനെ ലഭിക്കുന്നത് കൃത്യമായി നമുക്ക് ലഭിക്കുന്നത് ഈ നേരിട്ട് കാണുന്ന സോഴ്സാണ്. അതുകൂടാതെ വിശ്വസനീയമായ കേന്ദ്രം ഇവിടെ നിന്നും ഈ ഭാഗത്തു നിന്നും നമുക്ക് അത് അവിടെ നിന്ന് നേരിട്ട് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള, അതായത് ഇത് ആരുടേതാണെന്നാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരുപാട് പേരെ ഇത്തരത്തിൽ ഇവിടെ കാണാതായിട്ടുണ്ട്. അത് അനന്യ ഭട്ട്, പ്രധാനമായും അനന്യ ഭട്ട്, അവരുടെ ആ MBBS വിദ്യാർത്ഥിയുടെ അമ്മ ഇത്തരത്തിലൊരു പരാതി ഇവിടെ നൽകിയ സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇത് ആരുടേതാണെന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൂടാതെ ഇതിനും അപ്പുറം അടുത്ത പോയിന്റ്, 8 മുതൽ 11 വരെയുള്ള പോയിന്റും വളരെ നിർണായകമെന്ന് പറയേണ്ടി വരും. കാരണം ആ ഭാഗങ്ങളിൽ കൂടുതൽ ഇത്തരത്തിൽ 1ലധികം മൃതദേഹാവശിഷ്ടങ്ങൾ അവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഈ സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. ഏതായാലും സാക്ഷിയുടെ ഈ ശുചീകരണ തൊഴിലാളിയുടെ കൃത്യമായ അയാളുടെ വാക്കുകൾ അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ പരിശോധന. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും നേരിട്ട് ദൃശ്യങ്ങളിലൂടെയും അത് കാണാം. അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി SIT ഈ കാര്യത്തിൽ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ ഇതിൽ നിയമിച്ച് DGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഏതായാലും ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആ വാർത്ത, ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത, ധർമ്മസ്ഥലയിലുള്ള പല സംഭവങ്ങളും ഇത്തരത്തിലുള്ള ദുരൂഹതകൾ, അത് മണ്ണിൽ മൂടപ്പെട്ട പല രഹസ്യങ്ങളും
പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ 15 വർഷത്തിലധികം ആയ ഒരു അസ്ഥികൂടം, അത് കൃത്യമായി പരിശോധന നടത്തേണ്ടതുണ്ട് ഏത് കാലഘട്ടത്തിലെ. എന്നാലും അത് കാണുമ്പോൾ ഒറ്റനോട്ടത്തിൽ ഇത്തരത്തിൽ വലിയ പഴക്കം ഉള്ള ഒരു അസ്ഥികൂടം പോലെയാണുള്ളത്. തല ഇല്ലാതെ ഒരു ബാക്കി ഭാഗങ്ങൾ മാത്രം രീതിയിലാണ്. കൃത്യമായ സ്ഥലം ഈ സാക്ഷി ഇവിടെ ചൂണ്ടിക്കാട്ടി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് മാർക്ക് ചെയ്ത് 15 വർഷം മുൻപ് ചെയ്തു പോയ ഒരു തെറ്റ് അത് ഇപ്പോഴും അയാൾ ഓർത്തു വെക്കുന്നു. അവിടെ SIT ഉദ്യോഗസ്ഥർക്ക് കാട്ടിക്കൊടുക്കുന്നു, അവിടെ മാർക്ക് ചെയ്യുന്നു. ആ സ്ഥലം ഇത്തരത്തിൽ കുഴിച്ച് ആ സ്ഥലം മാത്രം കുഴിച്ച് പരിശോധിക്കുമ്പോൾ ഇങ്ങനെ മൃതദേഹം കിട്ടുന്നു. അങ്ങനെ ഇനി ഒരുപാട് പോയിന്റ് ബാക്കിയുണ്ട്. കാരണം 13 പോയിന്റ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൽ 6ാമത്തെ പോയിന്റാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന, തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്ന നേത്രാവതി പുഴ സമീപമുള്ള ഈ സ്ഥലം. ഇതിന് തൊട്ടടുത്താണ് 8ാമത്തെ പോയിന്റ്. 8ാമത്തെ പോയിന്റിലെ പരിശോധന ഇതിന് ശേഷമേ ഉണ്ടാവൂ. കാരണം ഇവിടെ ഒന്നിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ശുചീകരണ തൊഴിലാളി അവിടെ അവരുടെ സാന്നിധ്യമുണ്ട്, ഒപ്പം ഉദ്യോഗസ്ഥരുണ്ട്, ഫോറൻസിക് വിദഗ്ധരുണ്ട്, സബ് കളക്ടറുണ്ട്. ഇത്തരത്തിൽ സബ് കളക്ടറുടെ സാന്നിധ്യത്തിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കുഴിച്ചുള്ള പരിശോധന ഉണ്ടായിരുന്നത്. പല പ്രതിസന്ധി ഘട്ടങ്ങളും ഈ പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും മഴ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പലപ്പോഴും മഴ ഒരു തടസ്സമാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ ഓരോ വാർത്തകൾ പുറത്തോട്ട് വരുമ്പോഴും ഈ സത്യം പുറത്തു വരുമെന്നാണ് ഇവിടെ ഓരോ അമ്മമാരും അതുപോലെ തന്നെ സഹോദരിമാരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ മഞ്ജുനാഥ അഭിഭാഷകൻ, ഇവരുടെ എല്ലാം അഭിഭാഷകൻ ഇപ്പോൾ അത് പത്രക്കുറിപ്പായി പുറത്തിട്ടിരിക്കുന്നു. അതിൽ വേറെ മറ്റ് സംഭവങ്ങളൊന്നുമില്ല, സത്യമേവ ജയതേ എന്ന ഒരു വാചകത്തിൽ ഒതുക്കിയിരിക്കുന്നു. അതിനൊപ്പം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു ഇത്തരത്തിൽ ഈ മൃതദേഹ അവശിഷ്ടം ഇവിടെ നിന്ന് ലഭിച്ചതും കൂടുതൽ പരിശോധന ആ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഇവിടുന്ന് കാണാൻ സാധിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ബൈജു, ഈ ഇപ്പോൾ നടക്കുന്ന പരിശോധനയുടെ രീതി എങ്ങനെയാണ്? അതായത് ഈ ശുചീകരണ തൊഴിലാളിയുണ്ട്, SIT ടീമുണ്ട്, ഇതിന് പുറമെ മണ്ണ് കുഴിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി എന്ത് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്? അവിടെ ഏതുതരം സ്കാനർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ എന്ത് തരത്തിലുള്ള പരിശോധനയാണ്? അങ്ങനെയെങ്കിൽ മണ്ണിന്റെ അടിയിലേക്ക് മൂടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യമാണോ അവിടെ ഉള്ളത്? സഹിത്തെ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് JCB മറ്റും ഉപയോഗിച്ച് യന്ത്രം ഉപയോഗിച്ച് പരിശോധന അത്ര പ്രായോഗികമല്ല. കാരണം ഇത് പൂർണ്ണമായും വനത്തിനകത്താണ് ഈ ഒരു സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെ ഉപയോഗിച്ച് വളരെ സാവധാനം തെളിവുകൾ നശിക്കാത്ത രീതിയിൽ മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേത്രാവതി പുഴയോരത്താണ് ചെറിയ JCB കൊണ്ട് ഇത്തരത്തിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അത് ആളുകളെ ഉപയോഗിച്ച്, തൊഴിലാളികൾ ഉപയോഗിച്ച് കൃത്യമായി വളരെ തെളിവുകൾ നശിക്കാത്ത രീതിയിൽ, നഷ്ടപ്പെടാത്ത രീതിയിൽ അത് ഏകദേശം 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ 6ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ 2 അടി താഴ്ചയിൽ ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തലയില്ലാത്ത രീതിയിലുള്ള ഒരു അസ്ഥികൂടമാണ് ലഭിച്ചതെന്നാണ് നമുക്ക് വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഔദ്യോഗികമായ SITയുടെ ഭാഗത്തു നിന്നും ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുമോ? അതാണ് എനിക്ക് പലതരത്തിലുള്ള ഇത്തരത്തിൽ ബൈജു, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് ചില വസ്തുക്കൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു പിടിക്കുന്നതായിട്ട്, ഒപ്പം തന്നെ കൂടുതൽ പ്ലാസ്റ്റിക് കവറൊക്കെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൃത്യമായി അവിടെ നിന്നും കുഴിച്ചെടുത്ത ആ അവശിഷ്ടങ്ങൾ അത് പരിശോധനയ്ക്കും മറ്റും കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകളാണ് അവിടെ നടത്തുന്നതെന്ന് നമുക്ക് കരുതാമല്ലേ? ആ ദൃശ്യങ്ങളിൽ ഏറെക്കുറെ അത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. ബൈജു, സൈത, തീർച്ചയായും ഇത് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യമാണ്. ധർമ്മസ്ഥലയിലെ നേത്രാവതി പുഴയരികിലുള്ള ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തും തത്സമയം കാണുന്ന ദൃശ്യമാണ്. SIT ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ശേഖരിച്ച ഈ അസ്ഥികൂടം അത് പ്ലാസ്റ്റിക് കവറിലാക്കി അത് മാറ്റുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ തോതിൽ ഒഴുക്ക് ഈ ഒരു നേത്രാവതി പുഴ അനുഭവപ്പെടുന്നുണ്ട്. ഇതിന് നേരെ മറുകരയാണ് നമ്മളുള്ളത്. ആ ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ ഒന്നും തന്നെ പ്രവേശനമില്ല. അത്തരത്തിലുള്ള പരിശോധനയാണ് കൃത്യമായി നടക്കുന്നത്. മാത്രമല്ല, ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവിടെ പോലീസ് കാവൽ ഈ 4 ദിവസവും 24 മണിക്കൂറും ആയുധമേന്തിയ പോലീസ് കാവൽ വരെ ഏർപ്പെടുത്തിയിരുന്നു. അത്രയും പഴുതടച്ച ഒരു പരിശോധന അല്ലെങ്കിൽ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇതാണ് തത്സമയ ദൃശ്യം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന ആ വാർത്തയുടെ അതിന്റെ സ്ഥിരീകരണമാണ് നമ്മളിപ്പോൾ കാണുന്ന നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്ന. ഒരുപാട് അമ്മമാരുടെ, ഒരുപാട് സഹോദരിമാരുടെ കൂട്ടക്കരച്ചൽ മുഴങ്ങിയ ധർമ്മസ്ഥലയിൽ നിന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു. അത് മണ്ണിൽ മൂടപ്പെട്ട് കിടന്ന ആ തെളിവുകൾ പുറത്തേക്ക് വരുന്നു. ശുചീകരണ തൊഴിലാളിയെ വെളിപ്പെടുത്തിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കെട്ടുകഥ എന്ന് പോലും ഒരു ഘട്ടത്തിൽ പല ആളുകളും
യെസ് ബൈജു, ഇടപെട്ട ഒരു കാര്യം. ഇപ്പോൾ ആ ദൃശ്യത്തിൽ വ്യക്തമാവുന്നത് ഒരു മാസ്ക് ധരിച്ച ഒരു റെയിൻ കവർ ഇട്ട ഒരാളെ കാണുന്നുണ്ട്. അത് തന്നെയാണോ ഈ ശുചീകരണ തൊഴിലാളി? അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി പുറത്തു വരാതിരിക്കാൻ വേണ്ടി മാസ്ക് ധരിപ്പിച്ച് ഒപ്പം നടത്തി അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധന നടക്കുന്നു, അതല്ലേ? അങ്ങനെയല്ലേ സാഹചര്യം? തീർച്ചയായും അതാണ് ഏക ദൃക്സാക്ഷി. ഈ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകം സംബന്ധിച്ച് ഏക ദൃക്സാക്ഷിയുടെ ആ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഒരു തരത്തിലും വെളിപ്പെടുത്തരുതെന്ന് അദ്ദേഹം നിർബന്ധമുണ്ടായിരുന്നു. നേരത്തെ അത് പറഞ്ഞിരുന്നു. കോടതിയും ഇത് അംഗീകരിച്ചു. കോടതിയിൽ രഹസ്യമൊഴി നൽകുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത്, തന്റെ ജീവന് അപകടമുണ്ടാവും. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളാണ് ആ കാണുന്നത്. ഈ കഴിഞ്ഞ 2 ദിവസവും ഇന്ന് 3-ാം ദിവസമാണ് ഈ ഓരോ തെരച്ചിലും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മാസ്ക് ഇട്ട് കറുത്ത കോട്ട് ധരിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ആ ശുചീകരണ തൊഴിലാളിയെ നമുക്കിവിടെ കാണാം, ദൃശ്യങ്ങളിൽ കാണാം. SIT ഉദ്യോഗസ്ഥരെ കാണാം, ഫോറൻസിക് വിദഗ്ധരെ കാണാം, RDOയുടെ സാന്നിധ്യം കാണാം. കാരണം മണ്ണിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കണമെങ്കിൽ RDOന്റെ സാന്നിധ്യം വേണം. RDO ഉണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇന്നലെ DGP എത്തിയ സ്ഥലമാണ് ഇതിന് തൊട്ടടുത്താണ് ഈ 5ാമത്തെ പോയിന്റ്. ഇന്നലെ DGP സന്ദർശിച്ച ഒരു സ്ഥലം കൂടിയാണിത്. എന്തായാലും ആ സ്ഥലത്താണ് ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയിലെ ഈ ദൃശ്യം നമുക്ക് കാണുന്നത്. തത്സമയ ദൃശ്യമാണ്. അതായത് ഈ സ്ഥലം കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ നടത്തിയിരുന്നു. മണിക്കൂറുകളായിരിക്കുന്നു, 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഈ സ്ഥലത്തെ പരിശോധന. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വസ്തു കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രധാനമായും നോക്കേണ്ടത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇയാളുടെ മനസ്സിൽ ആ തീക്കനൽ കെട്ടില്ല എന്നാണ്. അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു. അത് സൂചിപ്പിക്കുന്നത് സത്യമാണ്. കാരണം അദ്ദേഹം ആ സ്ഥലം ഇത്രയും വർഷം കഴിഞ്ഞ് ഇവിടെ നിന്നും പലായനം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ സ്ഥലം കൃത്യമായി അദ്ദേഹം ഓർത്തുവെച്ച് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും അവിടെ മാർക്ക് ചെയ്യുകയും അവിടെ തന്നെ പരിശോധന നടത്തുകയും അവിടെ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇനി എത്ര മൃതദേഹം ഈ മണ്ണിൽ ഈ പരിസരത്ത് 8-ലും 9-ലും 10-ലും ഒക്കെ ലഭിക്കാനുണ്ട്. കാരണം ആ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് ഇത്തരത്തിൽ വാഹനങ്ങളിൽ മൃതദേഹം എത്തിച്ച് ഇയാൾക്ക് നൽകും. അത് ഭീഷണിപ്പെടുത്തി അതിനെ തുടർന്ന് ഇയാൾ ഇവിടെ മറവ് ചെയ്യും. അങ്ങനെയായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ 2 അടി താഴ്ചയിൽ നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹം കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഒരുപാട് മൃതദേഹങ്ങൾ ഇനി പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത്. നേരത്തെ ആദ്യത്തെ പോയിന്റുകളിൽ ഈ പ്രശ്നമുണ്ടായിരുന്നത് അവിടെ വലിയ തോതിൽ നേത്രാവതി പുഴയുടെ തീരത്ത് നിർമ്മാണമൊക്കെ നടന്നതുകൊണ്ട് വലിയ തോതിൽ മണ്ണ് ആ പ്രദേശത്ത് മുകളിൽ വന്നതുകൊണ്ട് തന്നെ 8 അടി താഴ്ചയിൽ പോയപ്പോഴും നേരത്തെ 15 വർഷം മുമ്പുണ്ടായ ആ താഴ്ചയിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. അതേ അവസ്ഥയായിരുന്നു 2ാമത്തെ പോയിന്റിൽ. പക്ഷേ 4-ലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും വനത്തിനകത്താണ്, നമുക്ക് കാണാൻ പോലും പറ്റാത്ത ഒരു സ്ഥലത്തായിരുന്നു അതുണ്ടായിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വളരെ പുഴയുടെ മറുകരയാണെങ്കിലും കൃത്യമായി നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കുന്നു. അത് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കാണുന്നത്, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അല്പസമയം ആ പ്ലാസ്റ്റിക് കവറിലേക്ക് ഇത്തരം സാധനങ്ങൾ മാറ്റുന്നത്. ഒരു പക്ഷേ ഇത്തരം വസ്തുക്കൾ ഇനി ഫോറൻസിക് പരിശോധന നടത്തേണ്ടതുണ്ട്. കോടതിയിൽ ഇത് വിവരം ധരിപ്പിക്കേണ്ടതുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ അതായത് DGP ഇത് വിവരം ധരിപ്പിക്കേണ്ടതുണ്ട്. തുടർ നടപടിയെക്കുറിച്ച് ഇനി 8-ലാണ് വളരെ പ്രധാനമായ പരിശോധന നടക്കേണ്ടത്. അതിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്ന ഒരു വെളിപ്പെടുത്തൽ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒന്നിലധികം മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും അല്പസമയത്തിനകം ഉണ്ടാകും. ഊണ് പോലും കഴിക്കാൻ വിശ്രമം എടുക്കാതെ മണിക്കൂറുകളോളം നീണ്ട തുടർച്ചയായ പരിശോധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ SITയുടെ ഭാഗത്ത് നിന്ന് കണ്ടത്. ഏതായാലും ഇതിൽ SIT കൃത്യമായ ദിശയിലൂടെ പോകുന്നുവെന്ന് ആക്ഷൻ കമ്മിറ്റി നേരത്തെ സൂചിപ്പിച്ചത് സത്യം തെളിയിക്കുക മാതിരിയാണ് ഇപ്പോഴുള്ള കാഴ്ച. ആ രീതിയിലാണ് പരിശോധന. ഇതുവരെ ഇതിലേതെങ്കിലും ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ അങ്ങനെ ദുരൂഹതകളോ ഈ അന്വേഷണത്തിലില്ല. പക്ഷേ ഇതിലിനി ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതൊരു തുടക്കം മാത്രമായിരിക്കാം. ആ അസ്ഥികൾ ഇതിന്റെ സത്യം പറയുമോ? അനന്യ ഭട്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു നാട് കാണാനെത്തിയ ഒരു കുട്ടി, MBBS വിദ്യാർത്ഥിനി, അവരെ കാണാതായിട്ടുണ്ട്. അവരുടെ മൃതദേഹം ഇവിടെ ഉണ്ടെന്നാണ് ആ അമ്മ ഇപ്പോഴും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. ആ അമ്മയുടെ വാക്കുകൾ നമ്മുടെ ചെവികളിൽ ഇപ്പോഴും ഉണ്ട്. ഒരു അസ്ഥിയെങ്കിലും തരൂ, അന്ത്യകർമ്മം നടത്താനെന്നാണ്. ആ രീതിയിൽ ഒരുപാട് അമ്മമാർ, വിലപിക്കുന്ന അമ്മമാർ ഇവിടെയുണ്ട്. പുറത്തുനിന്നും വന്ന ആളുകളുണ്ട്, ഐഡന്റിഫൈ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അത്തരം ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ടാകണം. എന്തായാലും പരിശോധന തുടരും. ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടുന്ന ഇടങ്ങളിലെല്ലാം പരിശോധന
തുടരുമെന്ന് തന്നെയാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് നിർണായക ദിനമെന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. അത് അതേപോലെ സംഭവിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം നിർണായകം. 6ാമത്തെ പോയിന്റിൽ നിന്നും ഇത്തരത്തിൽ സാക്ഷി ചൂണ്ടിക്കാട്ടിയ, ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ അതേ സ്ഥലത്ത് നിന്നും ഒരു മൃതദേഹാവശം കിട്ടുന്നു. 8ൽ വളരെ പ്രധാനമാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും 8ലെ പരിശോധന. ഇപ്പോൾ ഇവിടെ കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട്. കാരണം പകുതി ഭാഗങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി താഴ്ചയിൽ പോയാൽ തലയുടെ ഭാഗമോ മറ്റോ കിട്ടുമോ എന്നറിയാനായിരിക്കാം, ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം ഇതിൽ കൂടുതൽ പരിശോധന നടത്തുന്നത്. എന്തായാലും ഇത് ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം 1 മാസത്തിലധികമായി നിരന്തരം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മളിവിടെ ഓരോ വീടുകളിലെ അമ്മമാരുടെയും അവരുടെ വാർത്തകൾ, അവരുടെ സങ്കടങ്ങൾ നമ്മൾ പുറം ലോകത്തെത്തിക്കുന്നു. അതിനൊടുവിൽ ഏറ്റവും ഒടുവിൽ സർക്കാർ സമ്മർദ്ദത്തിലാകുന്നു. SIT പ്രത്യേക അന്വേഷണത്തെ രൂപീകരിക്കുന്നു. DGP തന്നെ മേൽനോട്ടം വഹിക്കുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടക്കുന്നു. ഇപ്പോൾ 3 ദിവസമായി തുടർച്ചയായി നടത്തുന്ന തെരച്ചിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മൃതദേഹാവശിഷ്ടം ലഭിക്കുന്നത്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 8 മുതൽ 11 വരെ റോഡിനരികിലാണ്. ഇന്നലെയൊക്കെ നമ്മളത് തത്സമയ ദൃശ്യങ്ങളിൽ ആ സ്പോട്ട് അവിടെ മാർക്ക് ചെയ്തത് നമ്മൾ കാണിച്ചതാണ്. റോഡിൽ നിന്നും നമുക്ക് ആ സ്പോട്ട് കാണാൻ പറ്റും. റോഡിൽ നിന്നും വാഹനങ്ങളിൽ എത്തിച്ചത് കൃത്യമായി അവിടെ തന്നെ കുഴിച്ചിടുന്ന സാഹചര്യമാണ്. അത് അദ്ദേഹം കൃത്യമായി ഓർത്ത് ആ സ്ഥലം ഇവർക്ക് ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കുകയും അവിടെ മാർക്ക് ചെയ്യുന്ന സാഹചര്യമാണത്. 13 മാർക്ക് മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. 100ഓളം മൃതദേഹങ്ങൾ വളരെ ക്രൂരമായ ബലാത്സംഗം ചെയ്ത രീതിയിലും അത് അത്രത്തോളം അയാളുടെ ആ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്. വികൃതമാക്കിയ രീതിയിൽ, ബലാത്സംഗം ചെയ്ത രീതിയിൽ കുട്ടികൾ അടക്കമുണ്ട്. അതിൽ കേരളത്തിലുള്ള കേരളീയ വേഷത്തിലുള്ള ധരിച്ച പെൺകുട്ടികളും ഉണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വരെ അദ്ദേഹം അതിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി കേരളത്തിൽ നിന്നും തിരോധനമായ ഏതെങ്കിലും കേസുകളുണ്ടോ? ഇനി ഇതിൽ വലിയ അന്വേഷണം നടക്കേണ്ടി വരും, പ്രതികളിലേക്ക് എത്തേണ്ടി വരും. ഏതായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അസ്ഥി ഇതൊരു തുടക്കം മാത്രമായിരിക്കും. ഇനിയും ഈ തെരച്ചിൽ ഇത് ഊർജം പകരും. അതുകൊണ്ട് തന്നെ ഇനി വലിയ തോതിൽ ഇത് കൂടുതൽ ഒരുപക്ഷെ ടീം അംഗങ്ങൾ കൂടിയേക്കാം. SIT അംഗങ്ങൾ കൂടി കൂടുതൽ ഇടങ്ങളിലേക്ക് ഒരേ സമയത്ത് പരിശോധന നടത്തുന്ന അവസ്ഥയുണ്ടാകാം. വളരെ വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ SIT ആലോചിക്കുന്നത്. സൈത്തെ, യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ദൃശ്യങ്ങൾ തന്നെ ആ വസ്തുത പുറത്തേക്ക് വരികയാണ്. നോക്കൂ ആ ദൃശ്യങ്ങളിലേക്ക്. പോയിന്റ് നമ്പർ 6 മാർക്ക് ചെയ്തേക്കുന്ന ഇടം ആ ദൃശ്യത്തിൽ വ്യക്തമാണ്. ഒപ്പം തന്നെ ശുചീകരണ തൊഴിലാളി, അദ്ദേഹം മാസ്ക് ധരിച്ചുകൊണ്ട് അദ്ദേഹവും അവിടെയുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഇടത്താണ് പരിശോധന നടക്കുന്നത്. ഒപ്പം ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ, മൃതദേഹ അവശിഷ്ടങ്ങൾ, അസ്ഥിയുടെ ഭാഗങ്ങൾ അത് പരിശോധനയ്ക്ക് മാറ്റിവെക്കുന്നതും നമുക്ക് വളരെ ദൃശ്യം വ്യക്തമാണ്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഇതാദ്യമായിട്ടാണ് SIT ടീമിൻ്റെ ഈ സ്ഥല പരിശോധനാ ദൃശ്യങ്ങൾ ഇത്ര അടുത്ത് വളരെ വ്യക്തമായി നമുക്ക് എത്തിക്കാനാവുന്നത്. ന്യൂസ് 8ലേക്ക് മാത്രം ലഭ്യമാവുന്ന ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുക. നേത്രാവതി പുഴയുടെ ഓരം ചേർന്ന് വനഭാഗത്ത് SIT ടീം നടത്തുന്ന പരിശോധനയാണ്. ആ പരിശോധനയിലാണ് സുപ്രധാനമായ തെളിവുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ പരിശോധനകളിൽ വെല്ലുവിളികൾ പലതുണ്ടായിരുന്നു. നേത്രാവതി പുഴയോരത്ത് വെള്ളം കെട്ട് കൂടുതൽ വരുന്നു. അതുകൊണ്ട് തന്നെ മണ്ണ് കുഴിച്ച് പരിശോധന അസാധ്യമാവുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പരിശോധനയിൽ സുപ്രധാനമായ ചില കണ്ടെത്തലുകൾ. ഇതാ ദൃശ്യങ്ങൾ കാണുന്നത് മൃതദേഹാവശിഷ്ടങ്ങൾ, അസ്ഥിയുടെ ഭാഗങ്ങളാവാം. ഒരുപക്ഷേ അവിടുന്ന് SIT ടീം അംഗങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു, അവിടുന്ന് മാറ്റുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ ദൃശ്യങ്ങളിൽ നിന്നും. എന്തായാലും പരിശോധനയിൽ അതിസുപ്രധാനമായ കണ്ടെത്തലുകളിലേക്ക് ഈ അന്വേഷണ സംഘം എത്തുകയാണ്. പ്രത്യേക പ്ലാസ്റ്റിക് കവറുകളിലേക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ മാറ്റി അവിടെ നിന്നും അത് കൊണ്ടുപോകുന്നു എന്നതാണ് പരിശോധനയുടെ സാഹചര്യം. ബാജു സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പരിശോധന കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ്. സത്യം പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ്. കാരണം അത് കൂടുതൽ തെളിവുകളിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ പോയിന്റ് നമ്പർ 8 അടക്കമുള്ള മറ്റ് തന്ത്രപ്രധാനമായ ഇടങ്ങളിലേക്ക് ആ പരിശോധന നീളുമെന്നതാണ് ഇനി ഉണ്ടാവുന്ന സാഹചര്യം. ബൈജു, ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്ര പോയിന്റുകളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഇതുവരെ നടന്ന പരിശോധന ഏതൊക്കെ പോയിന്റുകളിലാണ്? ഇനി നടക്കാൻ പോകുന്ന തന്ത്രപ്രധാനമായ പരിശോധന ഇടങ്ങൾ അത് ഏതൊക്കെയാണ്? സൈത്തെ 13 പോയിന്റുകളാണ് ഇപ്പോൾ നേത്രാവതി പുഴയുടെ സമീപത്തായി, അതായത് റവന്യൂ ഭൂമിയിലും പുഴയുടെ കരയിലും ആയി 13 പോയിന്റാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഈ 13 പോയിന്റിൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രം മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ അടയാളപ്പെടുത്തിയാൽ മതി എന്ന ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ക്രമം അനുസരിച്ച് 1 മുതൽ തന്നെയാണ് ഈ പരിശോധന നടന്നത്. 1ാമത്തെ പരിശോധന നടന്നത് നേത്രാവതി പുഴയുടെ സമീപത്തുള്ള സ്നാനഘട്ടിയിലാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ഈ പ്രളയമുണ്ടായ സമയത്ത് 2018 ഇവിടെ വെള്ളം കയറിയതാണ്. അതുകൂടാതെ ഇതിനു മുകളിൽ റോഡിന്റെ വലിയ നിർമ്മാണം
നിർമ്മാണം നടന്നിരിക്കുന്നത്. അതിന്റെ മണ്ണുകളെല്ലാം അവിടെ കുമിഞ്ഞുകൂടിയത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് പെട്ടെന്ന് ഇത്തരത്തിൽ പരിശോധന നടത്തി അല്ലെങ്കിൽ ഒരു ചെറിയ JCB ഉപയോഗിച്ചൊന്നും പരിശോധന നടത്താൻ കഴിയാത്ത അവസ്ഥ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശ്രമം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിന്നിരുന്നു. അവിടെ ഉപേക്ഷിക്കായിരുന്നു. പിന്നീട് 2-ൽ ഇതേ സമാന അവസ്ഥയാണ്. പുഴയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അവിടെ കുഴിക്കുമ്പോൾ വലിയ തോതിൽ വെള്ളം കയറി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റിടങ്ങളിൽ അങ്ങനെയല്ല. വനമേഖലയാണ്. വനത്തിനകത്താണ്. അവിടെയൊന്നും നമുക്ക് സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന തത്സമയ ദൃശ്യം പോലെ നമുക്ക് എന്താണ് അവിടെ സംഭവിക്കുന്നത് പോലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ വരെ ഇത്തരത്തിൽ 5 പോയിന്റുകൾ 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചെങ്കിൽ ഇന്ന് 6ാമത്തെ പോയിന്റിലായിരുന്നു ഈ പരിശോധന നടന്നത്. 6ാമത്തെ പോയിന്റിൽ ഇവിടെ എത്തി പരിശോധന നടത്തുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി മറുകരയിലിരുന്നാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യം തൊട്ട് മറുകരയിലാണ്. ഇനി ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റുകളിൽ അത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉന്നതരായ ഒരുപാട് ആളുകളുടെ എസ്റ്റേറ്റുകളുണ്ട്. അവിടെയാണ് ഇനി 14 മുതൽ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അതിന് നിയമ നടപടി ചിലത് വന്നേക്കാം. അതുകൊണ്ട് തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി അവിടെ ഇത്തരത്തിൽ മാർക്ക് ചെയ്താൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് SIT എത്തുകയായിരുന്നു. അതോടുകൂടിയാണ് ഈ 13 ഇടവും കൃത്യമായി പരിശോധിച്ച് അതിന്റെ ഒരു വ്യക്തത വരുത്താൻ SIT രംഗത്ത് വന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാമായിരുന്നു രാവിലെ 11 മണിയോടുകൂടി ശുചീകരണ തൊഴിലാളിയെ അതീവ സുരക്ഷയിൽ നേത്രാവതി പുഴയോരത്തേക്ക് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ കൊണ്ടുവരുമായിരുന്നു. അത് കഴിഞ്ഞ് അരമണിക്കൂറോളം ഇയാളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമാണ് തെരച്ചിൽ നടത്തുക. അത്രത്തോളം സാക്ഷിയെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ഇവിടെ നടത്തുന്നുണ്ടെന്ന് പറയണം. ഏതായാലും 2-3 ദിവസങ്ങളായി പലതരം ആളുകൾ പറയുന്നത് കാണാം. ഇത്തരത്തിൽ ഇവിടെ വസ്തുക്കൾ ലഭിക്കാത്തതിനെതിരെയൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ നോക്കിയാൽ മതി. പക്ഷേ അത് അങ്ങനെയല്ല. ഇവിടെ ഈ സാഹചര്യം വളരെ പ്രതികൂലമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 1, 2, 15 വർഷം മുൻപൊക്കെ ഏത് രീതിയിലാണ് അതിന് വന്ന വികസനം, ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ദൃശ്യം അങ്ങനെയല്ല. ഇവിടെ വലിയ വികസനമൊന്നും വരാതെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പുഴയോരത്തുള്ള സ്ഥലമാണ്. അത്ര പെട്ടെന്ന് ആളുകൾക്ക് ഈ ഭാഗത്തേക്ക് അങ്ങനെ എത്തിച്ചേരാനും പറ്റില്ല. കാരണം വലിയ കാടുകൾക്കിടയിലൂടെ ഊർന്നിറങ്ങി വേണം അവിടെ എത്താൻ. അങ്ങനെയായിരുന്നു ഉദ്യോഗസ്ഥർ, DGP ഒക്കെ ആ രീതിയിലായിരുന്നു ഇവിടെ എത്തിയിരുന്നത്. ഇതിന് സമീപത്താണ് ഇപ്പോൾ 7ാം നമ്പർ ഉള്ളത്. ഇതിന് തൊട്ട് സമീപത്താണ്, വലതുവശത്തായാണ് ഉള്ളത്. അതിനുശേഷം 8ാമത്തെ പോയിന്റ് വളരെ പ്രധാനമാണെന്ന് പറയാൻ കാരണം അത് റോഡിനോട്, അതായത് റോഡിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ദൂരം പുഴയോരത്താണ്. ആ പോയിന്റിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇയാൾ സംസ്കരിച്ചിട്ടുണ്ടെന്നാണ്, അവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശം ഇത്തരത്തിൽ പരിശോധിക്കുമ്പോൾ അവിടെ ഒരുപാട് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലത്ത് നിന്നും കൂടുതൽ പരിശോധനയുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നും ലഭിച്ച വസ്തുക്കളൊക്കെ അത് സൂക്ഷ്മമായി തെളിവുകൾ നഷ്ടപ്പെടാത്ത രീതിയിൽ അത് പ്ലാസ്റ്റിക് കവറിലേക്ക് മാറ്റി ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി വരുന്ന 8ലും ഇതേ രീതിയിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടി വരും. അവിടെ കുറച്ചുകൂടി എളുപ്പമാണ് പരിശോധന നടത്താൻ. കാരണം അത് കുറച്ചും കൂടി ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്, റോഡിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട്. ഒരുപാട് മരങ്ങൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ വെട്ടിമാറ്റി അവിടെ മാർക്ക് ചെയ്ത് സീൽ ചെയ്ത് വെച്ച് 3 ദിവസമായി പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ 24 മണിക്കൂർ കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ തന്നെ ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ അതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നാണ്, ന്യൂസ് 18 ആദ്യം ഇത്തരത്തിൽ ചില വസ്തുക്കൾ ലഭിച്ചു എന്ന വിവരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം ഇതൊരു മൃതദേഹാവശിഷ്ടമാണെന്ന കാര്യവും ന്യൂസ് 18 സ്ഥിരീകരിച്ച് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നു. ഇനി കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടോ എന്നൊരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം തന്നെ ഇവിടെയുള്ള തെരച്ചിൽ നിർത്തിവെച്ച് തൊട്ട് സമീപത്തായുള്ള 7 എന്ന് പറയുന്ന പോയിന്റിലേക്ക് നീങ്ങും. ആ 7 കഴിഞ്ഞാൽ പിന്നെ 8ലാണ് വളരെ നിർണായകം. 8ലെ പരിശോധന ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ DGP എത്തിയതും ഇന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടിയതും ഇത് രണ്ടും കൂട്ടിവായിക്കുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക് ചെയ്ത വാർത്ത അത് പൂർണ്ണമായും ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഈ മണ്ണിനടിയിൽ ധർമ്മസ്ഥലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ നിങ്ങൾ ഈ ഭാഗം കുഴിച്ച് പരിശോധിക്കൂ. മറ്റ് തടസ്സം എന്താണെന്ന ഇവിടെയുള്ള ആളുകൾ ആക്ഷൻ കമ്മിറ്റി ചോദിച്ചതുപോലെ തന്നെ അതിനിപ്പോൾ ഫലം കണ്ടിരിക്കുന്നു. അവർ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ സാക്ഷിയുടെ വെളിപ്പെടുത്തലിൽ സത്യമുണ്ടോ എന്ന് നിങ്ങൾ കണ്ടെത്തൂ. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കൂ. ആരാണ് ഈ സൈക്കോ കില്ലർ? അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരൂ. ആരൊക്കെ കൂട്ടം ചേർന്ന് ഇത്തരം കൊലപാതകങ്ങൾ ഇവിടെ നടത്തി? ഏതെല്ലാം ഗ്യാങ്ങുകൾ ഇവിടെ അഴിഞ്ഞാടി? ഇവിടെ തുടക്കത്തിൽ ന്യൂസ് 18 സംഘം എത്തുമ്പോൾ കാറിനകത്ത് നിന്നും പുറത്തേക്ക് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് അത് മാറി. നമ്മളെ വെല്ലുവിളിച്ച സ്ഥലത്ത് നമ്മൾ തത്സമയം റിപ്പോർട്ട് ചെയ്തു. അരമണിക്കൂറല്ല, 1 മണിക്കൂർ
തുടർച്ചയായി നമ്മൾ ഞായറാഴ്ച അത്തരം റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ധർമ്മസ്ഥലയുടെ ഏത് ഭാഗത്ത് നിന്നും ഏത് മാധ്യമ പ്രവർത്തകർക്കും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന അവസ്ഥ, ഏത് സാമൂഹ്യ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഇവിടെ നിന്നും ഇതൊക്കെ നിന്ന് കാണാനുള്ള ഒരു സാഹചര്യം അത്രത്തോളം മാറിയിരിക്കുന്നു ധർമ്മസ്ഥല. അങ്ങനെയാണെങ്കിൽ ഇനി ഈ കൊലയാളികൾ ആര്? ആ കൊലയാളിയിലേക്ക് എത്താൻ ഇനി എത്ര ദൂരമുണ്ട്? എത്ര സമയമെടുക്കും? എത്ര മൃതദേഹങ്ങൾ ഇവിടെ നിന്നും ഇത്തരത്തിൽ ഇനി കുഴിച്ചെടുക്കും? ഒരു പക്ഷേ ലോകത്ത് തന്നെ ഞെട്ടിപ്പിക്കുന്ന, ഇന്ത്യയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഇവിടെ നിന്നും പുറത്തു വരാൻ പോകുന്നത്. അത്രത്തോളം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും അതുപോലെ തന്നെ സ്കൂൾ യൂണിഫോമിൽ വരെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചിട്ട ഒരു സംഭവമാണ്. ആ സംഭവങ്ങളെല്ലാം പുറത്തു വരണം. നമ്മുടെ മക്കൾക്ക് സമാധാനമായി ഇത്തരത്തിൽ സ്കൂളുകളിലും മറ്റു പുറത്തിറങ്ങാനും പറ്റണം. ഒരു സ്ഥലത്തും ഒരു ഇടത്തും ഇത്തരം ഒരു സംഭവം ആവർത്തിക്കരുത്. അത്തരം പാഠം നൽകുന്നതായിരിക്കണം ഇവിടെ നിന്ന് എടുക്കുന്ന ഈ നടപടികളും അതോടൊപ്പം ഈ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുമൊക്കെ. പലതരത്തിലുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ദിവസമായിരുന്നു ഓരോ റിപ്പോർട്ടിംഗും ഇവിടെ. ആദ്യം വരുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകർക്ക് പോലും ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലം. പക്ഷേ ഇന്ന് ദേശീയ ചാനൽ ഉൾപ്പെടെ ഏതൊക്കെ ചാനലുണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ കാണാം. അത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ വാർത്ത അത് ഫലം കണ്ടു, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തി. ദേശീയ ചാനൽ ഉൾപ്പെടെ ഇവിടെ എത്തുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ നിർണായക തെളിവും ഇതിൽ ഊർജം പകരും, ഈ തെരച്ചിലിന് ഊർജം പകരും. ഒരു പക്ഷേ കൂടുതൽ സേന ഈ SITയുടെ ആളുകൾ എത്തി ഇനി പരിശോധന കുറച്ചുകൂടി വേഗത്തിലാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശുചീകരണ തൊഴിലാളി, സൂപ്പർവൈസർ, ഇത്തരത്തിൽ ഏൽപ്പിച്ച ആളുടെ പേര് വിവരങ്ങൾ, ആരാണ് തന്നെ ഇതിന് നിയോഗിച്ചത്, അത് എത്ര പേരുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഈ സൂപ്പർവൈസർ മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരിലേക്ക് എത്തേണ്ടതുണ്ട്, അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രത്യേക ക്യാമ്പ് ഓഫീസ് ബെൽത്തങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം ഹെൽപ്പ് ഡെസ്ക് മംഗളൂരുവിൽ ആരംഭിച്ചിരിക്കുന്നു. പരാതി നൽകാൻ ഇത്തരത്തിൽ ഭയമുള്ളവർക്ക് അവിടെ പരാതി നൽകാം. പുറത്ത് ഇവരുടെ വിവരങ്ങളൊന്നും പുറത്തുവിടാതെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താം. ഒരു പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഇത്തരം അസ്ഥികളൊക്കെ DNA പരിശോധന നടത്തേണ്ടി വരും. അങ്ങനെ പരാതിയുള്ളവരുടെ DNA-യുമായി ഒത്തുനോക്കി ഇത് ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റും. നമുക്ക് പ്രധാനമായും അറിയേണ്ടത് അനന്യ ഭട്ട് എവിടെയെന്നാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത അനന്യ ഭട്ട്, അവരുടെ അമ്മ സുജാത ഭട്ട് ഇപ്പോഴും ഈ ധർമ്മസ്ഥലയിൽ തന്നെ തങ്ങുന്നു. വലിയൊരു CBI ഓഫീസിലെ സ്റ്റെനോഗ്രാഫറായി ജോലി ചെയ്യുന്ന അമ്മ വലിയ ക്രൂരമായ മർദ്ദനത്തിനിരയായി പിന്നീട് ഇവിടെ തന്നെ ഇപ്പോൾ ഈ മകളെ കണ്ടെത്താൻ വേണ്ടി ഇവിടെ എത്തി ക്രൂരമായ മർദ്ദനത്തിനിരയാവുകയും പിന്നീട് ഇവിടെ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമായി ഉണ്ടായത്. മകൾക്ക് വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്ന അമ്മ, അതോടൊപ്പം സ്വത്തിനു വേണ്ടിയായി ഇത്തരത്തിൽ KJ ജോയിയെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തിയ അനീഷ് ഇവിടുന്ന് പലായനം ചെയ്ത് 7 വർഷത്തിന് ശേഷം ന്യൂസ് 18 വാർത്ത കണ്ട് ന്യൂസ് 18 അഭിമുഖം നൽകാനായാണ് ധർമ്മസ്ഥലയിൽ വീണ്ടും പിന്നീട് കാലുകുത്തുന്നത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്. അതെല്ലാം ഈ അസ്ഥികൂടങ്ങൾ, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അസ്ഥികൂടങ്ങൾ ഇതിന് ഉത്തരം നൽകുമോ? ഇനി എത്ര അസ്ഥികൂടങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും? നേത്രാവതി പുഴയുടെ ഈ ഓരങ്ങളിൽ നിന്നും എത്ര അസ്ഥികൂടങ്ങളിൽ ലഭിക്കും? അത് എത്ര പ്രായമുള്ളവരുടേതായിരിക്കും? ഏതൊക്കെ സ്കൂളിൽ പഠിക്കുന്നതും അതുപോലെ തന്നെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളും അതിലുണ്ടാകും. ഏതായാലും ശാസ്ത്രീയമായ പരിശോധനയുടെ അതെല്ലാം കണ്ടെത്താൻ സാധിക്കും. എത്ര പഴക്കമുണ്ട്, ഇത് സ്ത്രീയാണോ പുരുഷനാണോ, അത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും. പ്രധാനപ്പെട്ട ഈ സുജാത ഭട്ടിന്റെ DNA ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. ആ അമ്മയുടെ ആ ആവശ്യം അത് നിറവേറുമോ? ഇനി അനന്യ ഭട്ടിന്റെ മൃതദേഹമാണോ ഇപ്പോൾ ലഭിച്ചത്? അതല്ല ഇനി തുടർ പരിശോധനകളിൽ അനന്യ ഭട്ടിന്റെ മൃതദേഹം ആവശ്യങ്ങൾ ലഭിക്കുമോ? അത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട് സഹിതം ഇവിടെ നിന്ന് ചോദിക്കാൻ. കാരണം അത്ര ദിവസമായി ന്യൂസ് 18 നമ്മുടെ വാർത്ത ഈ ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു. നമ്മൾ കൃത്യമായ ഓരോ വീടുകളിലും എത്തുന്നു, അന്വേഷണം നടത്തുന്നു. അങ്ങനെയാണ് ഈ ഓരോ വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും അതിനെല്ലാം ഫലം കാണുന്നു. ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുമ്പോൾ അതിന് ഉത്തരം വരുന്നു. ഇനി കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടത്തുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തും. അത് തന്നെയാണ് SIT തേടുന്നതും SITയുടെ സംഘം തേടുന്നതും. ഈ അന്വേഷണത്തിൽ ഇന്ന് രാവിലെ പൂർണ്ണ തൃപ്തരാണെന്നാണ് SIT ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അന്വേഷണം മാറ്റാൻ SIT അന്വേഷണം എന്തിനാണ് SIT അന്വേഷണം എന്ന ചോദ്യവുമായി ചില സംഘടനകളൊക്കെ രംഗത്ത് വന്നിരുന്നു. അവർക്കുള്ള മറുപടിയും ആക്ഷൻ കമ്മിറ്റി ന്യൂസ് 18 നൽകിയിരുന്നു. കുറ്റം ആര് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടട്ടെ, ഇവിടെ നടന്ന ദുരൂഹതകളെല്ലാം മറനീക്കി പുറത്തു വരട്ടെ. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്ഷൻ കമ്മിറ്റിയും പറഞ്ഞത്. പരിശോധിക്കാൻ എന്താണ് നിങ്ങൾക്ക് താമസമെന്നാണ്. ധർമ്മസ്ഥല പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥ അതൊക്കെ നമ്മൾ തുറന്നു കാട്ടിയിരുന്നു. ഈ ശുചീകരണ തൊഴിലാളി പ്രധാനമായും പറഞ്ഞത് തന്റെ ജീവന് അപകടമുണ്ടെന്നാണ്. അതുകൊണ്ട് ഈ സത്യം പുറത്തു വരുന്നെങ്കിലും തനിക്ക് ഈ ജീവനോടെ ഉണ്ടാകണം. അതുകൊണ്ട് തനിക്ക് സുരക്ഷ നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സുരക്ഷ പോലും നൽകാൻ തയ്യാറാവാത്ത ധർമ്മസ്ഥല പോലീസിനെ കണ്ടു. അവരുടെ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ
ഇപ്പോഴും ശുചീകരണ തൊഴിലാളി അഭിഭാഷകരുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും സംരക്ഷണയിലാണ്. പക്ഷേ SIT ഉദ്യോഗസ്ഥർ കൃത്യമായി സംരക്ഷണം നൽകുന്നുണ്ടെന്ന് പറയേണ്ടി വരും. അതാണ് നമ്മൾ രാവിലെ വരുമ്പോൾ കാണുന്ന ദൃശ്യം. അത്രത്തോളം പോലീസ് അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. ഈ കേസിലെ ഏക സാക്ഷി കൂടിയാണ് ഈ ശുചീകരണ തൊഴിലാളി. എന്തായാലും നിർണായകമായ ഘട്ടം ഇപ്പോൾ നടക്കുന്നു. ധർമ്മസ്ഥലയിൽ നിന്നും കൂടുതൽ തെളിവുകൾ വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് വരും. സൈത്തെ, യെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ധർമ്മസ്ഥലയിലെ നിർണായക തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. പരിശോധന ഇപ്പോഴും അവിടെ തുടരുകയാണ്. 6-ാം നമ്പർ പോയിന്റിലാണ് ഇപ്പോൾ പരിശോധന നടന്നത്. അവിടെ നിന്നാണ് ചുരുളൊഴിക്കുന്ന നിർണായക തെളിവുകൾ ലഭിക്കുന്നത്. മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചു. ആ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്നു. അത് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. എന്തായാലും നമുക്കൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഔദ്യോഗിക സ്ഥിരീകരണം SIT നടത്തണമെങ്കിൽ ഒരുപക്ഷേ ഈ തെളിവുകൾ അപ്പോൾ ഗ്രഹിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യങ്ങളിലേക്ക് പോവുക. എന്തായാലും ഈ തിരോധാന വിഷയത്തിൽ കാത്തിരിക്കുന്നവർക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. അനന്യ ഭട്ടിൻ്റെ അമ്മയ്ക്കടക്കം അല്ലെങ്കിൽ കാണാതായ മറ്റു മലയാളികൾക്കടക്കം നിർണായകമായ തെളിവുകൾ വരികയാണ്. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ പുതിയ ഒരു തുടക്കമാവുന്ന കാര്യം കൂടിയാണ് ഇതിലുണ്ടാവുന്നത്.